ഒരു 2.5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ എന്നെ കാണാൻ വന്നു. അവരുടെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറയുന്നത് കുഞ്ഞ് പാലൊട്ടും കുടിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടി ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അവരുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ അവർ പറയണ്ടായി, നല്ല ചൂടല്ലേ ഡോക്ടർ, അപ്പൊ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ചൂടാണ്, കുട്ടിക്ക് പാല് മാത്രം മതിയാവില്ല, കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര വെള്ളം കൊടുത്തു? അപ്പൊ അവര് പറഞ്ഞു, ഫീഡിംഗ് ബോട്ടിൽ മൊത്തം വെള്ളം കൊടുത്തപ്പോ കുഞ്ഞു കുടിച്ചു. ഓഫ് കോഴ്സ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് കുഞ്ഞു കുടിക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പീഡിയാട്രിഷ്യന്മാര് അപ് ടു 6 മന്ത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന തമാശക്ക് പറയുന്നില്ല, അതിൽ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും അതിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻസും ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെയുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഒരു എക്സ്ട്രാ ഫുഡിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, സ്ത്രീകളിൽ ഉണ്ടാവുന്ന അമിത വെയിറ്റ് ഗെയിൻ ഉണ്ടാവും പോസ്റ്റ് പ്രഗ്നൻസി, അത് ഒരു പരിധി വരെ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, കുഞ്ഞിന് ഉള്ള അനാവശ്യ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് ഒരു പരിധി വരെ ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്പ് ചെയ്യും. ഇനി വെള്ളം കൊടുത്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്? നമുക്ക് അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ കിഡ്നി ഒക്കെ വളരെ പ്രിമച്വർ ആണ്, ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ആ സമയത്ത് ഈ വെള്ളവും ബ്രസ്റ്റ് ഫീഡിങ്ങും എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും കുഞ്ഞിന്റെ കിഡ്നിക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന വെള്ളം കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഉപ്പിന്റെയും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അവസ്ഥ അസന്തുലിതാവസ്ഥ വരും. അങ്ങനെ ഡയലൂഷണൽ ഹൈപ്പോനെട്രിമിയ ഉള്ള ഒരു സ്റ്റേജിലെത്തി കുഞ്ഞിന് അപസ്മാരം പോലെയുള്ള അവസ്ഥ വരെ വരാനുള്ള കാരണമാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് പേരിടാനും അത് ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലെ? പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ വാക്സിനേറ്റ് ചെയ്യുക, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, ഇതൊക്കെ ഓരോ കുഞ്ഞിന്റെ അവകാശമാണ്. അപ്പൊ അതിലൊന്നും നമുക്ക് പാരന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിലൊന്നും നമ്മളെ ഇഷ്ടത്തിന് പോസ്റ്റ്പോൺ ചെയ്യേണ്ട ഒരു കാര്യമല്ല ബ്രസ്റ്റ് ഫീഡിങ്ങും വാക്സിനേഷനും ഒക്കെ. അപ്പൊ നിർബന്ധമായിട്ടും ഒരു 6 മാസം നിർബന്ധമായിട്ട് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ചെയ്യണം.